ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? പിന്നെ വെച്ച് കിട്ടിയ സിലിക്കണും താഴെ തണ്ടിയും തൂങ്ങുന്നവരെ കൊണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ? ഈ നാറിയുണ്ടല്ലോ, പിന്നെ ഈ ഇവന്റെ ഒപ്പരമുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പരം വെളിച്ചെണ്ണ ഉണ്ടാക്കി മൂഞ്ചാനും. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഇനി എന്തൊക്കെയാണ് എന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെൽനോസ് പാട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ വലിച്ചു ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. ദൈവം ഒരാള് മുകളിലുണ്ട്, ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ തന്തയില്ലാത്ത ചേറ്റ പട്ടി നാറി ചേറ്റ. എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സത്യം. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അനുഭവിക്കും. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? ഇതില് എന്റെ ഒരു ശത്രു ആണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. എല്ലാരും പറഞ്ഞൊരു പൊന്നുസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ.